ഇവിടെ വലിയ പ്രതിഷേധം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചതാണ്. എത്രത്തോളം പ്രതിഷേധം ഉയരുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ, ഒപ്പം തന്നെ ഇസ്രായേലിനകത്തും എത്ര വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ട്രംപിന്റെ നിലപാടാണ്. വംശഹത്യയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയധികം ആളുകളെ ബോംബിട്ടും പട്ടിണിക്കിട്ടും ഇസ്രായേൽ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വംശഹത്യയല്ല എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് നിലവിൽ അമേരിക്കയ്ക്ക് മാത്രം ഇടപെടാൻ കഴിയുന്ന വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട്? ട്രംപ് ഈ വിഷയത്തിൽ ഏത് തരത്തിലൊക്കെയുള്ള ചർച്ചകളാണ് നിലവിൽ നടത്തുന്നത്? തന്നെ ഈ വംശഹത്യ എന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യക്ക് വേണ്ട എല്ലാ ചേരുവകളും തന്നെയാണ് പിന്നിട്ട 22 മാസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 21 ലക്ഷത്തിലേറെ വരുന്ന പലസ്തീൻ ജനതയെ പൂർണ്ണമായിട്ടും ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 62,000 പേർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അതിന് പുറമെയാണ് 10,000-കണക്കിന് മനുഷ്യർക്ക് ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനും പുറമെയാണ് പരിക്കേറ്റവരുടെ എണ്ണം 1.5 ലക്ഷത്തിന് മുകളിൽ വരും. അതൊക്കെയും ഈ 22 മാസത്തിനുള്ളിൽ നമ്മുടെ കൺമുമ്പിൽ, പരിഷ്കൃത സമൂഹത്തിന്റെ കൺമുമ്പിലാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ അരങ്ങേറുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും, ഒരുപക്ഷെ ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ സൗഹൃദ ബന്ധം പുലർത്തുന്ന ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ പോലും ഇത് വംശഹത്യയുടെ ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ചില പുനരാലോചനകൾ തങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്ന് അവർ പോലും വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്ക ഇക്കാര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അത്തരമൊരു പ്രതികരണം നടത്തിയിട്ടില്ല. മാത്രമല്ല UN-ൽ വന്നിരിക്കുന്ന പല വിരുദ്ധമായിട്ടുള്ള പ്രമേയങ്ങൾക്കും വീറ്റോ ചെയ്തുകൊണ്ട് ഇസ്രായേലിനോടുള്ള തങ്ങളുടെ പക്ഷപാതിത്വം കലർന്ന സമീപനം തന്നെയാണ് ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നത്. ഇപ്പോൾ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു പരിരക്ഷ ഇസ്രായേലിന് നൽകുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന വംശഹത്യ അമേരിക്കയുടെ പൂർണ്ണ ആശീർവാദത്തിൽ, അമേരിക്കയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയിൽ തന്നെയാണ് ഇത് മുന്നേറുന്നത്. ഗസയിൽ നിന്ന് ഈ മനുഷ്യരെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനും പറ്റുമെങ്കിൽ ഈ വംശഹത്യയിലൂടെ ആ ജനതയെ കൂട്ടക്കുരുതി നടത്തി തങ്ങളുടേതായിട്ടുള്ള ഒരു സൈനിക ആധിപത്യത്തിലേക്ക് ഗസയെ കൊണ്ടുവരിക എന്ന ഇസ്രായേൽ സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ ആ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു ട്രംപിനെയും ട്രംപ് ഭരണകൂടത്തെയുമാണ് നിലവിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നതും. ധന്യ. നേരത്തെ സൂചിപ്പിച്ച ഇസ്രായേലിനകത്തുള്ള പ്രതിഷേധം, അത് ബന്ദികളുടെ കാര്യത്തിൽ വലിയ ആശങ്കപ്പെടുന്നവരുണ്ട്. ഒപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകർ കൂടി രംഗത്തേക്ക് അതിശക്തമായ രീതിയിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മർദ്ദം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ ഇപ്പോഴത്തെ നെതന്യാഹുവിന്റെ പ്രതികരണങ്ങൾ, ഇല്ലെങ്കിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അതിൽ പോലും അനങ്ങിയിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും വേണം. അമേരിക്ക പോലും വ്യക്തമാക്കുന്ന നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന്റെ ഒരു ചർച്ച പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത തങ്ങൾ കാണുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ഹമാസിന് മുകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന ഒരു കണക്കുകൂട്ടലിലായിരിക്കണം നെതന്യാഹു ഇത്രയേറെ ഭ്രാന്ത് പിടിച്ച തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കാരണം 22 മാസമായിട്ടും ഹമാസിനെ അമർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ബന്ദികളെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാനോ ഉള്ള ഒരു നീക്കത്തിലും ആ ലക്ഷ്യങ്ങളൊന്നും തന്നെ നിറവേറാത്ത ഒരു നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അദ്ദേഹം മുഖവിലക്കെടുക്കുന്നുമില്ല. അത്തരം പ്രതികരണങ്ങൾ പോലും ഒട്ടും പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ഭരണകൂടവും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ ഇപ്പോൾ തെല്ലവീവിലും അതോടൊപ്പം തന്നെ ജെറൂസലമിലും ഹൈഫയിലും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇനി നടക്കുന്ന ആക്രമണങ്ങൾ തീർച്ചയായിട്ടും ഈ ബന്ദികൾ കൊല്ലപ്പെടാനുള്ള വലിയ സാധ്യത പേടിക്കുന്നുണ്ട്. ബന്ദികളുടെ ബന്ധുക്കൾ മാത്രമല്ല പ്രതിപക്ഷവും. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് യായിർ റാപ്പിഡും മറ്റും വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും ഈ യുദ്ധത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ വലിയ പരാജയത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഭരണകൂടം പിന്മാറണമെന്നാണ് പ്രതിപക്ഷം ഒന്നടങ്കം തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ സമ്മർദ്ദമൊക്കെ ഉണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കലായിട്ട് ഇതിൽ ഒരു പുനരാലോചന നടത്താൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കാൻ സാധിക്കുന്നത് അമേരിക്കയ്ക്കാണ്. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിർബാധം ആയുധങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോടൊപ്പം തന്നെ മറ്റുള്ള പിന്തുണയും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യത എന്നത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും അസ്തമിച്ച ഒരു സാഹചര്യമാണ്. വംശഹത്യ അത് അതിശക്തമായി തന്നെ തുടരുന്നു. 200-ലധികം പേർ ഈ പട്ടിണിയിലൂടെ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇനിയും ആശുപത്രികളിലെ ഇന്ധനമില്ലാത്തതുകൊണ്ട് 100 കണക്കിന് കുട്ടികളും മറ്റുമാണ് ഇനി മരണത്തെ കാത്തു കഴിയുന്നതെന്ന് UN ഉൾപ്പെടെയുള്ള ഏജൻസികളും മുന്നറിയിപ്പ് നൽകുമ്പോൾ സ്ഥിതി കൂടുതൽ ഹൃദയഭേദകമായി തന്നെ തുടരുകയാണ് ഗസയിൽ. ധന്യ.